കഴിഞ്ഞ ഓണത്തിന് അത്തയിടാഞ്ഞത് കൊണ്ട് തന്നെ ഇത്തവണ അത്തയിടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ പഴയ വീഡിയോകളൊക്കെ കാണുന്നവർക്ക് കാര്യം മനസ്സിലാകുകയെ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ മാമാട്ടി ഉറങ്ങാതിരിക്കുന്നത്. അത്തയിടുന്ന ദിവസം മാമാട്ടി ഉറങ്ങിയപ്പോഴേക്കും 2 മണിയോളം ആയിട്ടുണ്ടായിരുന്നേ. രാത്രി 10 മണിയായപ്പോ തുടങ്ങിയതാണ് കേട്ടോ നമ്മൾ അത്ത വിടാൻ വേണ്ടിയിട്ട്. അതിന്റെ ഇടയ്ക്ക് പലതവണ മാമാട്ടിനെ കിടത്തി ഉറക്കി നോക്കി, പക്ഷെ നോ രക്ഷ. നമ്മൾ പറയുന്നതൊക്കെ കേട്ട് പിന്നെ അനുസരണയോടെ ഇരുന്നോളും കേട്ടാ. വലിയ അതിൽ പോയി കൈയിടാനോ ബഹളം വെക്കാനോ ഒന്നും നിന്നില്ല. പൂവിന്റെ അകത്ത് വന്ന് കൈയിട്ടിളക്കി, അത് നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നല്ല ബഹളം തുടങ്ങിയ. ഉറക്കം വന്നുണ്ട് എന്ന ഉറങ്ങത്തും ഇല്ല, അവർക്ക് ഇതെല്ലാം കാണുകയും വേണം എന്ന ബഹളവുമാണ്. അങ്ങനെ നിൽക്കുമ്പോഴേക്ക് നമുക്ക് ഭ്രാന്ത് പിടിക്കല്ലേ. പിന്നെ കുറെ നേരം എടുത്തുണ്ടൊക്കെ നടന്ന് ഉറങ്ങാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൾ ഉറങ്ങി. അപ്പൂസ് ഓവറായിട്ട് പെർഫെക്ഷൻ നോക്കുന്ന ഒരാളാണ്. നമ്മുടെ വീട്ടിലിടുന്ന രത്തമാണ്. ഞാൻ പറഞ്ഞു, അപ്പൂസ് ഇത് മത്സരമൊന്നുമല്ല, നീ എങ്ങനെയെങ്കിലുമൊക്കെ ഇട്, 12 മണി കഴിഞ്ഞു, നമുക്ക് കിടന്ന് ഉറങ്ങണ്ടേ. 12 മണി കഴിഞ്ഞപ്പോഴേക്കും ആദ്യം വരച്ച വരയൊക്കെ തൂത്ത് കളഞ്ഞിട്ട്, അതായത് പകുതി ഇട്ട പൂവൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതിങ്ങനെ അത്തത്തെ നോക്കി ഇരിക്കുക. പിന്നെ ഞാൻ ബഹളം വെച്ചിട്ടാണ് കേട്ടാ പെട്ടെന്ന് തന്നെ ഇട്ട് തീർക്കാന്ന് തീരുമാനിച്ചത്. അപ്പൂസ് ഇങ്ങനെ പെർഫെക്ഷൻ്റെ ആളാണെന്ന് എനിക്കറിയാം, കാരണം പണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ നമ്മൾ അത്തപ്പൂക്കള മത്സരത്തിന് ഒരു ടീമിലായിരുന്നു കേട്ടോ. അതിന്റെ ഇടയിൽ നമ്മൾ തമ്മിൽ ചെറിയ കലബിലേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ ഇടുന്നോന്നും ഇവന് പിടിക്കത്തില്ല. അത്ത വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും നല്ലത്ത നമ്മളത് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ വിളക്ക് വെച്ചില്ല എന്ന റീസൺ കൊണ്ട് നമുക്ക് ഫസ്റ്റ് പോയിട്ട് സെക്കൻഡാണ് കിട്ടിയത്. മാമാട്ടിയും കൂടെ ഉറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനും കൂടെ രംഗത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഫൈനലി നമ്മളത് അത്തൊക്കെ ഇട്ട് കിടന്നുറങ്ങാൻ പോകുവാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ അത്തം? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ, പക്ഷെ അപ്പൂസിന് അധികം ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് അപ്പൂസ് പറഞ്ഞത്.